ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ പ്രീ റമദാൻ ചലഞ്ചിന്റെ ലാസ്റ്റ് സെഷൻ ആണ്. അതായത് നമ്മൾ പ്രിപ്പയർ ആയിരിക്കുവാണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും ഈ റമദാനെ അത്രയും പരിശുദ്ധമായിട്ട് ഹൃദയത്തിലും മനസ്സിലും ഏറ്റുവാങ്ങാനായിട്ട് അല്ലെ. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത ഒരു 21 ഡേയ്സ് പ്രോഗ്രാം ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 25-നാണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ. അപ്പം ഐ വിൽ ആഡ് യു ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഓക്കെ. അതൊരു പെയ്ഡ് സെഷൻ ആണ്. ലേഡീസ് ഓൺലി ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ 99049756 ആണ് നമ്പർ. കോഡ് 965. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ മീറ്റ് ചെയ്ത് തന്നെ ജസ്റ്റ് എല്ലാം കൂടെ ഓവർവ്യൂ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രീ റമദാൻ എന്ന ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് മീൽ പ്ലാൻ ഓവർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്ക്ലി ഗ്രോസറി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ്, ഈ ഒരു റമദാൻ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നോ മോർ ബ്ലോട്ടിംഗ് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പം ഇതില് മീൽ പ്ലാനിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ സുഹൂറിൽ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, അതായത് ഓട്സ്, എഗ്സ്, ഇനിയിപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് രീതിയിലാണെങ്കിൽ ക്വിൻവേ യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സേവറി ആയിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒന്നാമത്തെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു ഹോൾ ഡേ 15 to 14 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ടയർഡ്നെസ്സും ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇഫ്താറിന്റെ ടൈമിലാകുമ്പോൾ ലീൻ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക, ഫൈബർ ഉൾപ്പെടുത്തുക, ഹെൽത്തി ആയിട്ടുള്ള കാർബ്സ് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ നമുക്കറിയാം ചിക്കൻ, ഫിഷ്, ലെൻറ്റിൽസ്, സാലഡ്സ് ഇതൊക്കെ ഉള്ള രീതിയിൽ കഴിക്കാം. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഡേറ്റ്സും വെള്ളവും കുടിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷനെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിളിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു ബൗൾ ആയിരിക്കണം. അത് ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് വേണം നമ്മുടെ മെയിൻ കോഴ്സിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഇഫ്താർ സ്നാക്ക് ആയിട്ട് നിങ്ങൾക്ക് വേണം ഷേക്ക് ഉപയോഗിക്കാം, നട്ട്സ്, യോഗട്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ നല്ല രീതിയിലുള്ള ഫ്രൈഡ് അല്ലാത്ത ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം സോൾട്ടി ആയിട്ടുള്ള ഷുഗറി ആയിട്ടുള്ളത് കഴിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മീൽ പ്രിപ്പറേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡീറ്റോക്സ് ജ്യൂസുകൾ നമുക്ക് പ്രീ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിലിക്കൺ മോൾഡിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഇത് തന്നെയാണ്: ഫ്രൈഡ് ഫുഡ്സ്, ഷുഗറി ആയിട്ടുള്ളത്, അതുപോലെ ഉപ്പ് കൂടുതലായിട്ടുള്ളത്, കാർബണേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ നമ്മൾ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബ്ലോട്ടിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതായത് ബ്ലോട്ടിംഗ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ബോഡീനെ ഒന്ന് പ്രിപ്പയർ ആക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് റമദാൻ ടൈമിൽ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബോഡി നോർമൽ ആയിട്ടുള്ള ഈറ്റിംഗ് വിൻഡോനെക്കാട്ടും വ്യത്യാസമായിട്ടാണ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു സുഹൂറിന്റെ ടൈമിൽ ഏർലി മോർണിംഗിൽ നമ്മൾ കഴിച്ചിട്ട് പിന്നെ കുറേ സമയം ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ശരീരം ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും ഉള്ളിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല, ഒന്നുമില്ല, ശരിക്കും ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഏറ്റവും ഈ ഒരു 30 ഡേയ്സിൽ തന്നെ പുതിയതായിട്ട് ക്ലെൻസ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് നിങ്ങൾ വളരെ അധികം മേക്ക് ഷുവർ ആവേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ കഴിക്കുന്നതെല്ലാം മെഡിസിൻ ആയിട്ടാണ് ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ് നിങ്ങളുടെ ബോഡിയുടെ റീസെറ്റിങ്ങിന് എന്ന് ഞാൻ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എത്രമാത്രം 9 മന്ത്സ് 11 മന്ത് എന്തൊക്കെ ചെയ്താൽ ഈ ഒരു 30 ഡേയ്സ് നിങ്ങളുടെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട്, പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഫിസിക്കൽ ബോഡി അപ്പിയറൻസ് പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ എന്നുള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെൽത്തി വേർഷൻ ആവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവാം. അപ്പം ഇതില് നിങ്ങളുടെ റംദാന്റെ ടൈമിൽ പ്രത്യേകിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള പ്രൊഫൈറ്റ്സ് പോലും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 റൂളാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ കാൽഭാഗം ഭക്ഷണം, കാൽഭാഗം വെള്ളം, ബാക്കി വരുന്നത് എയർ. അപ്പൊ ഇത്രയേ കഴിക്കേണ്ടതുള്ളൂ. നമ്മുടെ ആമാശയം എത്ര ഉണ്ടാവും അല്ലെ, അതിന്റെ കാൽഭാഗ്യം നമുക്ക് വേണ്ടതുള്ളൂ ശരിക്കും. ബാക്കി നമ്മൾ പ്രേയേഴ്സിലൂടെയും നമ്മൾ ദൈവത്തോട് അടുക്കാനാണെന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളും. അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് റെഡി ആവാം കേട്ടോ. പിന്നെ ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ ആ ഒരു കാര്യം സെറ്റ് ചെയ്യുക, കഴിക്കുന്നതൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക, ചവച്ചരച്ച് സമയം എടുത്തിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക്
ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെന്താണ്, ബ്ലോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതിൽ ഗ്രെയിൻസും വെജീസും സീഡ്സും ഒക്കെ ഉൾപ്പെടുത്തുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ടു അതായത് നമുക്കൊരു മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. ആ വാട്ടർ കണ്ടന്റ് റീറ്റെയിൻ ചെയ്യുക, ഹൈഡ്രേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. എപ്പോഴും ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. ഒരു 5 ദിവസമേ ഉള്ളൂ. ഈ ഒരു ഒരാഴ്ച ഉണ്ട്. ഈ ഒരാഴ്ച രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതിൽ നിങ്ങൾ എക്സസൈസ് ഉൾപ്പെടുത്തുക, ഒരു 6 മിനിറ്റ് ബ്രീത്തിങ് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ വായിക്കുന്ന ഖുറാനാറ്റം വായിക്കുന്ന ആൾക്കാരാണ്, അത് ചെയ്യുക. എന്തെങ്കിലും ജേർണലിംഗ് ചെയ്യാനുണ്ട്, അത് ചെയ്യുക. അങ്ങനെ പ്രയോറിറ്റി ചെയ്തിട്ട് സമയം ഇപ്പോഴേ കൂട്ടിയെടുത്ത് ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ബേർഡൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടാസ്ക് ആയിട്ട് മാറില്ല. പക്ഷെ എഴുന്നേൽക്കുന്ന ഫസ്റ്റ് ടൈം തന്നെ വെള്ളം കുടിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആവട്ടെ ഈ ഒരു മാസം, നിങ്ങളുടെ തന്നെ ബ്യൂട്ടിഫുൾ വേർഷൻ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എന്തായിരുന്നു പിന്നെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് വരികയാണ് കേട്ടോ. അതായത് ഹെൽത്തി റമദാൻ എന്നുള്ളതിന്റെ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാ ദിവസത്തെയും കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. അതായത് എൻ്റെ 21 ഡേയ്സ് ചലഞ്ചിൽ വരുന്നതാണ്. വീക്ക് 1 നമ്മൾ മൈൻഡ് ആൻഡ് ബോഡി ഒന്ന് പ്രിപ്പയർ ആവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ സെഷനിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. നമ്മളെ തന്നെ സെൽഫായിട്ട് ഹീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ടൈം നമ്മുടെ റമദാനാണ് നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡിയുടെ ഡീറ്റോക്സ് ചെയ്യാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ തന്നെ മെന്റൽ ക്ലാരിറ്റിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് റമദാൻ കേട്ടോ. ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമാണ് നിങ്ങളുടെ ന്യൂട്രിയൻസും അതേപോലെ തന്നെ എനർജിയും ബാലൻസ് ചെയ്യുക, ഹൈഡ്രേഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഫൈബറും പ്രോട്ടീനും വളരെ പവർഫുൾ ആണ്, ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കുക. മീൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വേറെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ചൂസ് ചെയ്യുക. കാരണം നമ്മൾ സ്റ്റാർവ് ചെയ്യാന്നുള്ളതല്ല കേട്ടോ, ഈറ്റ് റൈറ്റ് എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സ്ലീപ്പ് സ്കെഡ്യൂൾ സെറ്റ് ചെയ്യാന്നുള്ളത്. കാരണം ഇത് മെസ്സായി പോകും പലപ്പോഴും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം എന്നുള്ളതല്ല, റെസ്റ്റ് ആണ് ബോഡിക്ക് വേണ്ടത്. അപ്പൊ രാത്രിയിൽ നമ്മള് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ എഴുന്നേക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ വിട്ടേക്കട്ടോ. ഉറങ്ങുന്ന സമയം ഡീപ്പ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ടൈമിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യാം. മൊബൈൽ നോക്കി റീൽസ് കണ്ടിട്ട് ടൈം കളയാതെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് കിടക്കുക. ഓക്കെ, സ്ട്രേറ്റ് ടു ബെഡ്. ഈ ഒരു ബാക്കിയുള്ള ദിവസത്തെ മാസത്തിലുള്ള ബാക്കിയുള്ള ഈ ഒരു 30 ഡേയ്സ് മാത്രം നിങ്ങൾ ഇതിലോട്ടേക്ക് മാത്രം ഹെൽത്തിനും മൈൻഡിനും മാത്രം പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. കിടക്കാൻ പോവാ, എഴുന്നേക്കുന്ന ടൈം ഫിക്സ് ചെയ്യുക. ആ സമയത്ത് കിട്ടുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കമായിരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല, നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത്തരത്തിൽ ഏതെങ്കിലും ഹാബിറ്റ് ട്രാക്കർ, നമ്മുടെ ഹാബിറ്റ് ട്രാക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നത് ടിക്ക്. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റുന്ന റമദാന്റെ ട്രാക്കർ. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ടിക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ അൽഹംദുലില്ലാ പറയുക. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. എന്താണ് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കട്ടെ. വർക്കൗട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. മൂവ്മെന്റ് ആക്ടിവിറ്റി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നടത്തൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയതായിട്ടുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങുക. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിക്ക് കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ നമ്മൾ സ്കിന്നിനും പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ഹെയർ ഇതിന്റെ ഒക്കെ ഓരോ ദിവസങ്ങൾ സെറ്റ് ചെയ്ത് അതൊക്കെ കറക്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റമദാൻ മാസം ആവട്ടെ ഇത്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. ദുആ ഫോർ മീ ഓൾസോ. ആൻഡ് എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റമദാൻ മാസം ആവട്ടെ. നോമ്പ് ഏറ്റവും അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയും ദൈവത്തിലോട്ടേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കിട്ടട്ടെ. നിങ്ങളുടെ ശരീരം ഹെൽത്തിയും ഫിറ്റും ആവട്ടെ. ആൻഡ് അത്ര തന്നെ വിഷ് യു
Eid Mubarak. Okay, that's it. Thank you so much. Well, okay, thank you.